ക്ഷമ എന്ന വലിയ ഗുണം തോറ്റുകൊടുക്കുന്നത് ഒരു ബലഹീനതയല്ല, പകരം മറ്റൊരാളോട് ക്ഷമിക്കാൻ കാണിക്കുന്ന മനസ്സ് വലിയ കരുത്താണ്. ജീവിതത്തിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം പഠിക്കേണ്ടത് ക്ഷമിക്കാനാണ്. മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചാൽ അത് നമ്മുടെ ഉറക്കം കളയുകയുള്ളൂ. പകരം സ്നേഹത്തോടെയും വിട്ടുവീഴ്ച മനോഭാവത്തോടെയും പെരുമാറാൻ നമുക്ക് കഴിയണം. നമ്മളെയൊക്കെ വേദനിപ്പിച്ചവരോട് അതേ രീതിയിൽ പകരം വീട്ടാൻ കാത്തിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ തന്നെ വെട്ടിമാറ്റാൻ വരുന്നവന് പോലും തണൽ നൽകുന്ന മരത്തെ പോലെയാകണം മനുഷ്യൻ. ശരിക്കും അത് ദൈവികമായൊരു ഗുണമാണ്. എന്തുകൊണ്ടാണ് പലർക്കും ക്ഷമിക്കാൻ കഴിയാത്തത്? മറ്റൊരാൾക്ക് മുമ്പിൽ ചെറുതാകാനുള്ള മടിയാണ് വാശിക്കും വൈരാഗ്യത്തിനും കാരണം. ഞാൻ എന്തിന് കുറയണം എന്ന ചിന്ത നമ്മളെ കൂടുതൽ ദേഷ്യത്തിലേക്കും വേദനയിലേക്കും നയിക്കും. എന്നാൽ ഓർക്കുക, ദേഷ്യത്തിൽ നിന്നും വേദനയിൽ നിന്നുമുള്ള യഥാർത്ഥ മോചനമാണ് ക്ഷമ. ചെറുതാകാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരുടെ തെറ്റുകൾ മറക്കാനും സാധിക്കൂ. ശാന്തതയോടെയും പുഞ്ചിരിയോടെയും ജീവിക്കാൻ ശ്രമിക്കുക. നന്ദിയും നന്മയും നിറഞ്ഞൊരു മനസ്സ് വളർത്തിയെടുക്കുക. ജീവിതം വളരെ മനോഹരമാവും. ശുഭദിനം നേരുന്നു.